പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും അതിൻ്റെ വാല്യൂ കാണുന്ന വിധവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ മെത്തേഡ് വെച്ച് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലം ചെയ്തു നോക്കാം. ഞാനിവിടെ ബോർഡിൽ 6 പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ട്. ആ 6 പ്രോബ്ലത്തിൽ 3 നമുക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്യാം. അതേ വിധത്തിൽ ബാക്കി 3 നിങ്ങൾ അസൈൻമെൻ്റായിട്ട് ചെയ്യണം. ഞാൻ ഈ ആദ്യം ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങൾ ഈ ബാക്കി 3 പ്രോബ്ലം ചെയ്യണം. നമുക്കിവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ള 6 ക്വസ്റ്റ്യനുകൾ ആദ്യം ഒന്ന് എഴുതിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് 3 ഞാൻ സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോവിങ്. ക്വസ്റ്റ്യൻ നമ്പർ 1, tan inverse √3 minus sec inverse -2, sin π/3 minus sin inverse -1/2. Question number 3, tan inverse 2 cos 2 sin inverse 1/2, tan inverse √3 minus cot inverse minus √3, cos inverse 1/2 plus 2 sin inverse 1/2. Question number 6, tan inverse 1 plus cos inverse minus 1/2 plus sin inverse minus 1/2. ഇതാണ് നമ്മളുടെ 6 ക്വസ്റ്റ്യനുകൾ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 3 ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ ബാക്കി നിങ്ങൾ 3 നിങ്ങൾ അസൈൻമെൻ്റായിട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1, tan inverse √3 minus sec inverse -2. ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണുന്നത്. നോക്കൂ, tan inverse √3 minus sec inverse -2 is equal to ടാനിന് √3 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ നമുക്കറിയാം π/3 മൈനസ് sec inverse -2. സീക്കിന് 2 കിട്ടുക എന്ന് വെച്ചാൽ കോസിന് 1/2 കിട്ടുക. എപ്പോഴാണ് കോസിന് 1/2 കിട്ടുക? π/3. കോസിന് 1/2 കിട്ടുന്നത് π/3. നമുക്കറിയാം കോസും ടീമും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ π- എന്ന് എടുക്കണം. അപ്പോൾ sec inverse -2ൻ്റെ വാല്യൂ π-π/3. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു π/3 മൈനസ് വാട്ട് ഈസ് π-π/3? 2π/3. π/3 മൈനസ് 2π/3. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ ന്യൂമറേറ്റർ ചേർത്ത് എഴുതാം π-2π മൈനസ് π. ദെൻ ദ ആൻസർ ഈസ് -π/3. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. എന്തായിരുന്നു നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്? സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് -1/2. ഇതല്ലേ നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്? ഇതിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? ദാറ്റ്സ് ഈക്വൽ ടു സൈൻ π/3 മൈനസ്, എപ്പോഴാണ് സൈനിന് 1/2 എന്ന വാല്യൂ കിട്ടുക? π/6. π/6 സൈനിൻ്റെ വാല്യൂ നെഗറ്റീവായാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഒരു മൈനസും കൂടെ. സൈൻ ഇൻവേഴ്സ് 1/2 ഈസ് ഈക്വൽ ടു π/6. സൈൻ ഇൻവേഴ്സ് -1/2 ഈസ് ഈക്വൽ ടു -π/6. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ π/3 പ്ലസ് π/6. ദാറ്റ്സ് ഈക്വൽ ടു, അറിയാലോ, π/3 60 ഡിഗ്രി, π/6 30 ഡിഗ്രി, 60 + 30 90 ഡിഗ്രി, π/3 + π/2 π/6 that is equal to π/2.
What is the value of sin pi by 2? That is 1. That is answer of the second question. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്തു തരാം. നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് എന്തായിരുന്നു നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യന്? tan inverse 2 cos 2 sin inverse 1/2. ഇതായിരുന്നു നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. tan inverse 2 cos 2 sin inverse 1/2. ഇതിൻ്റെ വാല്യൂ കാണണം. എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കാണാൻ നോക്കിക്കോ. ദാറ്റ്സ് ഈക്വൽ ടു tan inverse 2 cos 2. What is the value of sin inverse 1/2? സൈനിന് 1/2 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ π/6. ദാറ്റ്സ് ഈക്വൽ ടു tan inverse 2 cos 2 π/6, that is π/3. That is equal to tan inverse 2 cos π/3. What is cos π/3? 1/2. 2 into 1/2, that's equal to 1. Tan inverse 1. What is tan inverse 1? ടാനിന് 1 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ π/4. Then the answer is π/4. ഇതുപോലെ ബാക്കി 3 ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷന് മാത്രമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 പ്രോപ്പർട്ടീസാണ് നമ്മൾ +2 സിലബസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നിങ്ങളോട്, ഈ ചാപ്റ്ററിലെ ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, പ്രോപ്പർട്ടി നമ്പർ 1. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഇൻവേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. സിമിലർലി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് സോ ഓൺ. ഇങ്ങനെ ബാക്കിയുള്ള 3 നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആംഗിള് സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതായിരിക്കണം. ഏതാ സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ എക്സ് കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ടുള്ള 0 to π എന്നുള്ള ഇൻ്റർവെല്ലായിരിക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ എക്സ് ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 അതല്ലേ ടാനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 1. ഇതേപോലെ നമുക്ക് ഇതിനൊന്ന് തിരിച്ചും പറയാൻ പറ്റും. ഒന്ന് വായിച്ചേ. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് പ്രസ്തുത ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതായിരിക്കണം. ക്ലിയർ അല്ലേ കാര്യം? ഇനി ഇതിനെ നേരെ തിരിച്ച് മറ്റൊരു വിധത്തിലൂടെ പറയേണ്ടതുണ്ട്. എന്നിട്ട് ഞാനതിൻ്റെ പ്രൂഫ് പറയാം. സിമിലർലി സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ടാൻ ഓഫ് tan inverse x is equal to x and so on.
ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സൈൻ ഇൻവേഴ്സ് എക്സിൽ എക്സിന് കൊടുക്കാവുന്ന വാല്യൂ എന്തായിരിക്കണം? -1നും 1നും ഇടക്കായിരിക്കണം. കോസ് ഇൻവേഴ്സ് എക്സിൽ എക്സിന് കൊടുക്കാവുന്ന വാല്യൂ അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സിനെ പോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ -1. എന്നാൽ ടാൻ ഇൻവേഴ്സ് എക്സിൽ നമുക്കറിയാം എക്സ് ഈസ് എനി റിയൽ നമ്പർ. ഒന്ന് വായിച്ചേ. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 1. ഞാൻ ഈ രണ്ട് സെറ്റിലെയും ഒരെണ്ണം വീതം നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. അതുപോലെ ബാക്കിയുള്ളത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, ഞാൻ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഈ റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ റിസൾട്ടാണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ് ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം? സൈൻ എക്സ്. അതിന് നമ്മൾ y എന്ന് കൊടുക്കുക. ആ പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേമിന് y എന്ന് കൊടുക്കുക. എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് എടുത്തു നോക്കിയേ. സൈൻ ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു എക്സ്. ശരിയല്ലേ? വാട്ട് ഈസ് y? സൈൻ എക്സ്. അപ്പോൾ ഈ y എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ എക്സ് എന്ന് കൊടുക്കാം. എന്നങ്ങനെ y എന്നുള്ളിടത്ത് സൈൻ എക്സ് എന്ന് കൊടുത്തിട്ടെന്ന് പറഞ്ഞ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അതല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്ക്, ഇതുപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ എക്സ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ലേ? അതൊക്കെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. എന്നാൽ ഇതിനെ തുടർന്ന് രണ്ടാമത്തെ സെറ്റിൽ എഴുതിയ ഒരെണ്ണം ഇതുപോലെ പ്രൂവ് ചെയ്ത് തരാം ഞാൻ. Sine of sine inverse x is equal to x, where x belongs to closed interval -1. Proof. ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്കതിന് y എന്ന് കൊടുക്കാം. അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത്? സെയിം മെത്തേഡ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇൻവേഴ്സ് എന്ന് ഒഴിവാക്കിയിട്ട് പറഞ്ഞ് സൈൻ y ഈസ് ഈക്വൽ ടു എക്സ്. സൈൻ y ഈസ് ഈക്വൽ ടു എക്സ്. വാട്ട് ഈസ് y? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ y എന്നുള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടെന്ന് പറഞ്ഞ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അതല്ലേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. നോക്ക്, ഇതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ വളരെ വ്യക്തമാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൽ എക്സിന് കൊടുക്കുന്ന വാല്യൂ -1നും 1നും ഇടക്കായിരിക്കണം. ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 1. നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ -π/2നും +π/2നും ഇടക്കായിരിക്കണം. എന്ന് വെച്ചാൽ സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതായിരിക്കണം. അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരെണ്ണം ഞാൻ ചെയ്തിപ്പോൾ കാണിച്ചു തരാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/4 ഈസ് ഈക്വൽ ടു π/4. കാരണം π/4 എന്ന് പറയുന്നത് സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതാണ്. എന്നാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π/4 ഈസ് ഈക്വൽ ടു 3π/4 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ 3π/4 എന്ന് പറയുന്നത് സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതല്ല. അപ്പോൾ പിന്നെ ചോദിക്കും ഇതിൻ്റെ വാല്യൂ എന്താണ് നോക്കാം നമുക്ക്. വാട്ട് ഈസ് സൈൻ 3π/4? സൈൻ 3π/4 ഈസ് ഈക്വൽ ടു സൈൻ π-π/4. π-π/4 is 3π/4. What is sin π-π/4?
sin pi by 4? What is the value of sin pi by 4? 1 by root 2. അപ്പോൾ sin 3 pi by 4 is equal to 1 by root 2. അപ്പോൾ ഞാൻ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. sin 3 pi by 4ൻ്റെ വാല്യൂ 1 by root 2 ആണ്. sin inverse 1 by root 2. That's equal to, what is sin inverse 1 by root 2? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈനിന് 1 by root 2 എന്ന വാല്യൂ കിട്ടുന്ന ആംഗിൾ pi by 4. അപ്പോൾ നോക്കൂ കുട്ടികളെ, സൈൻ ഇൻവേഴ്സ് sin 3 pi by 4 is equal to 3 pi by 4 അല്ല, ഈക്വൽ ടു pi by 4 ആണ്. ഇതേ മെത്തേഡിൽ ഇനി കുറച്ച് കൂടുതൽ പ്രോബ്ലം ഞാൻ പ്രോബ്ലം സെക്ഷനിൽ ചെയ്തു തരാം. ഇപ്പം എനിക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ തന്നതാണ്. എന്താ മനസ്സിലാക്കി തന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽപ്പെട്ടതായിരിക്കണം. എക്സാമ്പിൾ നമ്പർ 1, സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 4 ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറയാം. എന്നാൽ സൈൻ ഇൻവേഴ്സ് സൈൻ 3 പൈ ബൈ 4 ഈസ് ഈക്വൽ ടു 3 പൈ ബൈ 4 അല്ല, ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്നാണ്. മനസ്സിലായല്ലോ കാര്യം? ഇനി പ്രോപ്പർട്ടി നമ്പർ 2വിലേക്ക്. എന്താണ് പ്രോപ്പർട്ടി നമ്പർ 2? പ്രോപ്പർട്ടി നമ്പർ 2, cosec inverse x is equal to cosec inverse x is equal to sin inverse 1 by x. Cosec inverse x is equal to sin inverse 1 by x. Sec inverse x is equal to cos inverse 1 by x. Cot inverse x is equal to tan inverse 1 by x. ഇതൊക്കെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, cosec inverse 2, കൊസീക്കിന് 2 കിട്ടുക എന്ന് വെച്ചാൽ സൈനിന് 1 by 2 കിട്ടുക. കൊസീക്ക് ഇൻവേഴ്സ് 2 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 by 2. സീക്ക് ഇൻവേഴ്സ് റൂട്ട് 2 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 by root 2. അല്ലേ, പഠിച്ചല്ലേ നമ്മൾ? സീക്കിന് റൂട്ട് 2 കിട്ടുക എന്ന് വെച്ചാൽ കോസിന് 1 by root 2 കിട്ടുക. കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 by root 3. അതാണ് നമ്മളുടെ ഈ റിസൾട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത കാര്യങ്ങളാണ്, ഇപ്പോൾ അത് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നുണ്ട്. നോക്ക്, ഓരോ റിസൾട്ടിലും അതിൻ്റെ പർട്ടിക്കുലർ ഡൊമൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരൊറ്റ വാക്കിൽ ഈ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാറ്റിനും കൂടെ പറയേണ്ടുന്നൊരു വാക്ക് ഫോർ സ്യൂട്ടബിൾ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് ദ ഡൊമൈൻ. ആ ഓരോന്നിൻ്റെയും ഡൊമൈനിൽ അതിൻ്റെ ഒരു സ്യൂട്ടബിൾ വാല്യൂ ഉണ്ടായിരിക്കും. അതിന് മാത്രമേ ഇതൊക്കെ സ്വീകാര്യമുള്ളൂ. ഉദാഹരണത്തിന് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് 1 by x ആവണമെങ്കിൽ നമുക്കറിയാം കൊസീക്ക് ഇൻവേഴ്സിലെ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ -1ൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ 1ൽ കൂടുതലായിരിക്കണം. അതിന് വേണമെങ്കിൽ ഒരു ഒറ്റ വാക്കിൽ പറയാട്ടോ, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതേ റിസൾട്ട് ഇവിടെയുണ്ട്. സീക്ക് ഇൻവേഴ്സ് എക്സിന് കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ പോലെ തന്നെ സീക്ക് ഇൻവേഴ്സ് എക്സിലെ എക്സിന് കൊടുക്കാവുന്ന വാല്യൂ ഒന്നുകിൽ -1ൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ 1 അതിൽ കൂടുതലായിരിക്കണം. ദാറ്റ് മീൻസ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്നാൽ ടാൻ ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും അങ്ങനെ ഒരു പ്രശ്നമല്ല, നമുക്കറിയാം. പക്ഷെ ഒന്നുണ്ട്, ഇതിൽ ടാനിന് നെഗറ്റീവ് വാല്യൂ വരുന്നത് 4th ക്വാഡ്രൻറ്റിലാണ്, കോട്ടിന് നെഗറ്റീവ് വാല്യൂ വരുന്നത് 2nd ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. പോസിറ്റീവ് ആവുന്ന കേസുകളിൽ മാത്രമേ കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 by x എന്ന് പറയാവൂ. ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 2.
ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾക്കട്ടെ. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x. സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/x. കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x. പ്രത്യേകം ഓർക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സാമ്പിൾ ഞാനിവിടെ തന്നു. എന്നാൽ ഇനി നമുക്ക് ഇതിൽ ഒരെണ്ണം പ്രൂവ് ചെയ്ത് നോക്കാം. ഈ ഒരെണ്ണം ഞാൻ പ്രൂവ് ചെയ്ത് തരാം, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. പ്രൂഫ്. y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഞാനിതിന് y എന്ന് കൊടുത്തു. ആ ഇൻവേഴ്സ് എന്ന് ഒഴിവാക്കിയിട്ട് പറഞ്ഞ് കേൾക്കട്ടെ. കൊസീക്ക് y ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയല്ലേ ഇൻവേഴ്സ് ഒഴിവാക്കി പറയാം നമ്മൾ. ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ ബോത്ത് സൈഡ്സ്. വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് കൊസീക്ക് y? 1/cosec y, that is sin y, is equal to reciprocal of x 1/x. ഇനി വീണ്ടും ഇൻവേഴ്സ് എന്ന് എടുത്ത് കേൾക്കട്ടെ. y is equal to sin inverse 1/x. y equal to sin inverse 1/x. What is y? Cosec inverse x. അപ്പോൾ y എന്നുള്ളിടത്ത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുത്തു നോക്കിയേ. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x. അതല്ലേ നമ്മളവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതുപോലെ ബാക്കി രണ്ടെണ്ണം നിങ്ങൾ തനിയെ ചെയ്യണം. ദാറ്റ് ഈസ് പ്രോപ്പർട്ടി നമ്പർ 2. പ്രോപ്പർട്ടി നമ്പർ 3. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു minus sin inverse x. Tan inverse minus x is equal to minus tan inverse x. Cosec inverse minus x is equal to minus cosec inverse x. നമ്മൾ പഠിച്ചിട്ടുള്ളതാ. സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ നെഗറ്റീവാക്കിയാൽ മതി. നമ്മൾ പറഞ്ഞല്ലേ, നമ്മളത് വെച്ച് പ്രോബ്ലം ചെയ്താൽ സൈൻ ഇൻവേഴ്സ് 1/2 ഈസ് ഈക്വൽ ടു π/6 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് മൈനസ് 1/2 ഈസ് ഈക്വൽ ടു മൈനസ് π/6 എന്ന പോലെ സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ നെഗറ്റീവാക്കിയാൽ മതി. ഇതിൽ ഓരോന്നിൻ്റെയും കൂടെ അതിൻ്റെ കണ്ടീഷൻ ഞാൻ പ്രത്യേകം എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ ഓരോന്നിനും അതിൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൽ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടക്കായിരിക്കണം, ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. എന്നാൽ ടാൻ ഇൻവേഴ്സ് എക്സിൽ എക്സ് ഈസ് എനി റിയൽ നമ്പർ. കൊസീക്ക് ഇൻവേഴ്സ് എക്സിൽ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇതിൻ്റെ കണ്ടീഷനുകൾ കൂടെ വരും. എന്നാൽ നമ്മൾ പറഞ്ഞു സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ നെഗറ്റീവാക്കിയാൽ മതി. ഇതുപോലെ മറ്റൊരു സെറ്റ് കൂടെ പറയേണ്ടതുണ്ട്. കോസിനും ടീമിനും ഒരല്പം വ്യത്യാസമുണ്ട്. എന്താ നമ്മൾ പഠിച്ചിരുന്നത്? കോസിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ പൈ മൈനസ് എന്നെടുക്കണം. Sec inverse minus x is equal to pi minus sec inverse x. Cot inverse minus x is equal to pi minus cot inverse x. ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 3. കോസ് ഇൻവേഴ്സ് എക്സിലെ എക്സിൻ്റെ വാല്യൂ ക്ലോസ് ഇൻ്റർവൽ -1 1. സീക്ക് ഇൻവേഴ്സ് എക്സിലെ എക്സിൻ്റെ വാല്യൂ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കോട്ട് ഇൻവേഴ്സ് എക്സിൽ എക്സ് ഈസ് എനി റിയൽ നമ്പർ. ഒന്ന് പറഞ്ഞ് എന്താ പ്രോപ്പർട്ടി നമ്പർ 3? സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ നെഗറ്റീവാക്കിയാൽ മതി. കോസിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ പൈ മൈനസ് എന്നെടുക്കണം. എന്നാൽ ശരി, ഞാനത് പ്രൂവ് ചെയ്ത് തരാം, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ റിസൾട്ട് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു
മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് where x belongs to closed interval -1 1. ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് കണ്ടോ? നമുക്ക് ഇതിന് y എന്ന് കൊടുക്കാം. y is equal to sin inverse minus x. ആ ഇൻവേഴ്സ് ഒഴിവാക്കിയിട്ടെന്ന് പറഞ്ഞ് sin y is equal to minus x. Multiplying by -1 on both sides. Minus sin y is equal to x. Using trigonometry, minus sin y can be written as sin minus y. കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ? sin minus theta is equal to minus sin theta. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് എടുക്കാം. Minus y is equal to sin inverse x. Multiplying by -1 on both sides. Y is equal to minus sin inverse x. What is y? Sin inverse minus x. അതവിടെ കൊടുത്താൽ നമ്മൾ ആൻസർ ആയില്ലേ? നോക്ക്, sin inverse minus x is equal to minus sin inverse x. ഇതുപോലെ ഞാൻ രണ്ടാമത്തെ സെറ്റിൽ നിന്ന് ഒരെണ്ണം പ്രൂവ് ചെയ്ത് തരാം. എങ്ങനെയാ പൈ മൈനസ് വരുന്നത് എന്ന് മനസ്സിലാവാൻ. നോക്കിക്കോ, നമ്മളിങ്ങനെയാണ് റിസൾട്ട് പറഞ്ഞത്. cos inverse minus x is equal to pi minus cos inverse x. x belongs to closed interval -1 1. എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്? കണ്ടോ പ്രൂഫ്. ഞാൻ ഇതിന് y എന്ന് കൊടുക്കാം. y is equal to cos inverse minus x. ആ ഇൻവേഴ്സ് ഒഴിവാക്കിയിട്ടെന്ന് പറഞ്ഞ് കേൾക്കട്ടെ. cos y is equal to minus x. Cos y is equal to minus x. Multiplying by -1 on both sides. Minus cos y is equal to x. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ മൈനസിനെ എങ്ങനെ മാറ്റി എഴുതണം നോക്കിക്കോ. cos pi minus y. കഴിഞ്ഞ വർഷം പഠിച്ചതാ. cos 180 minus theta minus cos theta. cos pi minus y minus cos y. അങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടിൽ ഏത് വരുന്നത്? പൈ വരുന്നത്. എന്നാൽ ഈ വീണ്ടും ഇൻവേഴ്സ് എടുത്ത് നോക്കിയേ. പൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. പൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. നോക്കുക, ഈ വൈനെ അങ്ങോട്ടും ആ കോസ് ഇൻവേഴ്സ് എക്സിന് ഇങ്ങോട്ടും എടുത്തിട്ടെന്ന് പറഞ്ഞ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. Pi minus cos inverse x is equal to y. What is y? Cos inverse minus x. Pi minus cos inverse x equal to cos inverse minus x. ഇതിനല്ലേ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് പ്രോപ്പർട്ടി നമ്പർ 3 പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുക, സൈനിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ നെഗറ്റീവാക്കിയാൽ മതി. എന്നാൽ കോസിനും ടീമിനും വാല്യൂ നെഗറ്റീവായാൽ ആംഗിൾ പൈ മൈനസ് എന്നെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ 3 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതുപോലെ 3 കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും ഭാഗം ക്ലിയറായിട്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.